ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലിന്റെ പ്രചാരണത്തിൽ തുടക്കത്തിലെ കല്ലുകടി. പ്രചാരണ രംഗത്ത് വേണ്ടത്ര ഏകോപനമില്ലായ്മയാണെന്നാണ് പരാതി. എല്ലാ മണ്ഡലങ്ങളും റോഡ് ഷോ പൂർത്തിയാക്കി ഓച്ചിറയിൽ സമാപിക്കുമെന്നാണ് പ്രഖ്യാപിച്ചതെങ്കിലും ഹരിപ്പാടിന് ശേഷം ഇന്നലെ റോഡ് ഷോ നടന്നില്ല. ഹരിപ്പാട് മണ്ഡലത്തിൽ പ്രതീക്ഷിച്ച ആളെത്തിയില്ല എന്നുള്ളതായിരുന്നു ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. റോഡ് ഷോ പകുതിക്ക് നിർത്തേണ്ടിയും വന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, വലിയ ആവേശത്തോടു കൂടിയാണ് ആ ജാഥ ആരംഭിച്ചത്. പക്ഷേ പകുതിക്ക് നിർത്തേണ്ടി വന്നു, അതും ആളില്ലാതെ. അതും ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയുടെ സ്വന്തം മണ്ഡലമാണ്. അവിടെയാണ് ആളില്ലാതെ ഈ റോഡ് ഷോ നിർത്തേണ്ടി വന്നത്. എന്താണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമ്മേ, നമുക്കറിയാം കെ.സി. വേണുഗോപാൽ എന്ന് പറയുമ്പോൾ സാധാരണ ഈ കേരളത്തിലുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളല്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം AICC-യുടെ ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഇന്ത്യ മൊത്തം തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു സമുന്നതനായ നേതാവ്. അദ്ദേഹത്തിൻ്റെ ഒരു റോഡ് ഷോ, ആ റോഡ് ഷോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സമാനമായ രീതിയിലുള്ള ഒരു റോഡ് ഷോ ആണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷേ തുടക്കത്തിലെ അതിൽ ചില പാളിച്ചകളൊക്കെ പറ്റി. അരൂരിൽ നിന്നും അത് ആരംഭിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ വണ്ടിക്ക് തകരാറ് സംഭവിച്ചു. നമുക്കറിയാം, ഒരു റോഡ് ഷോ നടക്കുമ്പോൾ ആ വണ്ടിയുടെ, പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിനെ പോലെ നേതാവ് റോഡ് ഷോ നടത്തുമ്പോൾ ടയർ പഞ്ചറായി എന്നുള്ളൊരു സാങ്കേതികത്വമാണ് അതിൻ്റെ സംഘാടകരൊക്കെ തന്നെ പറഞ്ഞത്. അത് കെ.സിയെ വളരെയധികം ക്ഷുഭിതനാക്കി. അദ്ദേഹം അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം മറ്റൊരു വാഹനത്തിൽ, മാധ്യമപ്രവർത്തകർക്ക് മാറ്റിവെച്ചിരുന്ന മറ്റൊരു വാഹനത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ തൊട്ട് കല്ലുകടി തുടങ്ങി. അതിനുശേഷം പല പ്രദേശങ്ങളിലും, ഈ റോഡ് ഷോ നടന്ന പല പ്രദേശങ്ങളിലും വേണ്ടത്ര ആളുകളെ സംഘടിപ്പിക്കുന്നതിന് സംഘാടകർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാവിലെ തുടങ്ങി വൈകിട്ട് കരുനാഗപ്പള്ളി ഓച്ചിറയിൽ സമാപിക്കുമെന്നാണ് പ്രഖ്യാപിച്ചതെങ്കിലും ഹരിപ്പാട് എത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കായംകുളം മണ്ഡലമാണ്. കായംകുളം മണ്ഡലം സംബന്ധിച്ചിടത്തോളം LDF-ൻ്റെ മണ്ഡലമാണ്. അവിടെ തീർത്തും ജനങ്ങളുടെ ഒരു പങ്കാളിത്തം കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഹരിപ്പാട് വെച്ച് റോഡ് ഷോ സമാപിപ്പിക്കുകയായിരുന്നു, അതായത് അത് അവസാനിപ്പിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഹരിപ്പാട് മണ്ഡലത്തിൽ സാധാരണഗതിയിൽ നിന്നും കൂടുതലായിട്ടുള്ള ആൾക്കാരെ അവിടെ, കാര്യം നമുക്കറിയാം ഈ 7 മണ്ഡലങ്ങളിൽ UDF-ൻ്റെ മണ്ഡലം എന്ന് പറയാവുന്നത് ഹരിപ്പാട് മണ്ഡലം മാത്രമാണ്. പക്ഷേ അവിടെ മറ്റു മണ്ഡലങ്ങളുണ്ടായ ആളുപോലും അവിടെ ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു കെ.സി. വേണുഗോപാലിൻ്റെ പരാതി. അതിനുശേഷം റോഡ് ഷോ നിർത്തിവെക്കുകയും പിന്നീട് അവിടെ അടിയന്തരമായിട്ട് UDF-ൻ്റെ മീറ്റിംഗ് ഒക്കെ അദ്ദേഹം വിളിക്കുകയും അതിനുശേഷം അവിടുത്തെ ചില പ്രാദേശിക നേതാക്കളെയൊക്കെ, മുതിർന്ന നേതാക്കളെയൊക്കെ നേരിട്ട് കാണുകയും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വീഴ്ചകൾ സംഭവിക്കാൻ അദ്ദേഹം നേരിട്ട് ഇടപെട്ടു. അതായത് നമുക്കറിയാം, രമേശ് ചെന്നിത്തലയുടെ സ്വന്തം മണ്ഡലമാണ്. രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കളൊക്കെ തന്നെയാണ് പ്രദേശത്തുള്ളത്. ആ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ ഇന്നലെ രാത്രി വൈകി ഏതാണ്ട് 11-12 മണിയോടുകൂടി മടങ്ങിപ്പോയത്. അത് തുടക്കത്തിലെ തന്നെ അദ്ദേഹത്തിന് ആലപ്പുഴയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തിയപ്പോൾ നമുക്കറിയാം, 2 തവണ ആലപ്പുഴയിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചതാണ്. പാർലമെൻറ്റിൽ നിയമസഭയിലേക്ക് 3 തവണ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു. അങ്ങനെ ആലപ്പുഴയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തി കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ പഴയ പ്രൗഢിയിൽ മടങ്ങിയെത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ അത് വളരെയധികം ചർച്ചാ വിഷയമായി. പക്ഷേ എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റോഡ് ഷോ പാതി വഴിയിൽ മുടങ്ങി. അദ്ദേഹം മടങ്ങിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും വരും. 13-ാം തീയതി അരൂർ, ചേർത്തല, ആലപ്പുഴ കൺവെൻഷനുകളുണ്ട്. അതിനുശേഷം 14-ാം തീയതി മറ്റു മണ്ഡലങ്ങളുടെ കൺവെൻഷനുകളാണ് വെച്ചിരിക്കുന്നത്. പൊതുവെ എല്ലാ മണ്ഡലങ്ങളും കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ എന്നുള്ള രീതിയിലില്ല, മറിച്ച് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൺവെൻഷനുകളാണ് ഇപ്പോൾ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഷമി.